കേൾക്കണം പെങ്ങളെ, കപ്പലണ്ടി വിറ്റ് നടന്നിട്ട് അന്ന് ആ വയലിന്റെ മജ്‌ലിസിൽ കൊണ്ടുവന്നു തന്നിട്ട് അവൻ പറഞ്ഞ ആഗ്രഹം IAS കാരനാകണമെന്നല്ല, IPS കാരനാകണമെന്നല്ല, അവന്റെ ഉപ്പാനെ ഉമ്മാനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു മകനാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഞാൻ ഇന്ന് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ ഇന്ന് വയലിന് വന്നപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. വല്ലാത്ത ഒരു സന്തോഷം എന്റെ മനസ്സിൽ. ഞാൻ കുറെ കാലമായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇന്ന് നടന്നു. അല്ലാഹു എനിക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പ്രസംഗം തുടങ്ങുന്ന കാലത്ത് ഏകദേശം ഒരു 8-9 വർഷക്കാലം മുമ്പ് ഞാൻ ഈ വയനാട് 26 എന്ന് പറയുന്ന സ്ഥലത്ത് വയലിന് വന്നു. നിങ്ങൾക്കറിയണം, 26 എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വയലിന് വന്നപ്പോ അന്ന് വയലെല്ലാം കഴിഞ്ഞ് അവസാനം പിരിവ് നടക്കുന്ന സമയത്ത് പിരിക്കാൻ തുടങ്ങി. പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നു. ഞാൻ കണ്ടിരുന്നവൻ ഇങ്ങനെ വയലിന്റെ സദസ്സിലൂടെ കപ്പലണ്ടി വിൽക്കുന്നു. ചെറിയ പൊതിയുമായിട്ട് വയലിന് വന്നിരിക്കുന്ന എന്ന മഴ പെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. മഴയൊക്കെ പെയ്തിരിക്കുന്ന വയലിന്റെ സദസ്സിൽ അവനിങ്ങനെ കപ്പലണ്ടി വിറ്റുകൊണ്ട് നടക്കുകയാ. അവസാനം പിരിവിന്റെ സമയമെത്തിയപ്പോ ആ കപ്പലണ്ടി വിറ്റുകൊണ്ട് നടന്ന പൊന്നുമോൻ സ്റ്റേജിലേക്ക് കയറി വന്നു. സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് അന്ന് കപ്പലണ്ടി വിറ്റിയ കാശ് മുഴുവനും എന്റെ കയ്യിൽ തന്നു. അന്ന് കപ്പലണ്ടി വിറ്റ് തനിക്ക് കിട്ടിയ സമ്പാദ്യം മുഴുവനും എന്റെ കയ്യിലേക്ക് തന്നു. ഉസ്താദേ, ഇന്ന് കപ്പലണ്ടി വിറ്റിട്ട് കിട്ടിയ കാശാ. ഞാൻ അവനോട് ചോദിച്ചു, എന്ത് വേണം മോനെ? അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഹാഫിളാകണം, ദുആ ചെയ്യണം. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ഹാഫിളാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ആ വയലിന്റെ സദസ്സിൽ വെച്ച് ഞാൻ അവന്റെ തോളിൽ കൈവച്ചോ, തലയിലോ തോളിലോ കൈവച്ചു ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ നീ അവനെ ഹാഫിളാക്കണേ എന്ന്. മനസ്സുരുകിയിട്ട് എന്റെ വയല് കേൾക്കുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, ഒരു കുട്ടിയെ കുറിച്ച് ഞാൻ വയല് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ അവനെ ഞാൻ നേരിട്ട് കണ്ടു. അന്ന് കപ്പലണ്ടിയുമായി അന്ന് തനിക്ക് കിട്ടിയ ചെറിയ പൈസ സ്റ്റേജിൽ കൊണ്ടുവന്നു തന്നിട്ട്, ഉസ്താദേ എനിക്ക് ഹാഫിളാകണേ എന്ന്, എനിക്ക് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആ പൊന്നുമോനെ ഞാൻ ഇന്ന് കണ്ടു. ആരെന്നറിയുവോ? നിങ്ങളുടെ ഇവിടത്തെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അജ്മൽ എന്ന് പറയുന്ന പൊന്നുമോൻ. ഇന്നവൻ ഇവിടത്തെ സ്ഥാപനത്തിൽ ഹാഫിള. ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഈ സ്ഥാപനത്തിൽ അവൻ പഠിച്ചു ഹാഫിളായി. ഇന്ന് നിസാമിയത് എന്നോട് പറയുമ്പോ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. 9 വർഷം 8-9 കൊല്ലമായി. അജ്മൽ എന്തേപ്പാ? അജ്മൽ എന്തേടാ? അജ്മലെ ഇങ്ങ് വാ, നിന്നൊന്ന് കാണട്ടെ. അന്ന് ഞാൻ കണ്ടതാ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നവൻ ഹാഫിളായി. മനസ്സിൽ ഇതിന് കൂടുതൽ എന്ത് സന്തോഷം! ഞാനെന്ന് പേര് പറഞ്ഞപ്പോ എനിക്ക് എന്റെ വയലിന്റെ മജ്‌ലിസുകളിൽ ഞാൻ ബിലാൽ എന്ന അവന്റെ പേര്, എനിക്ക് അജ്മലാണെന്ന് ഇന്ന് അറിയണത്. അന്ന് വയലിന്റെ സദസ്സിൽ കപ്പലണ്ടിയുമായിട്ട് എന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അന്ന് അവന്റെ ഉമ്മയുണ്ടായിരുന്നു വയല് വെക്കാൻ. ഇന്നവൻ നിങ്ങളുടെ നാട്ടിലെ ഹാഫിളായി. നിസാമി ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉപ്പാനെ ഉമ്മാനെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കേൾക്കണം പെങ്ങളെ, കപ്പലണ്ടി വിറ്റ് നടന്നിട്ട് അന്ന് ആ വയലിന്റെ മജ്‌ലിസിൽ കൊണ്ടുവന്നു തന്നിട്ട് അവൻ പറഞ്ഞ ആഗ്രഹം IAS കാരനാകണമെന്നല്ല, IPS കാരനാകണമെന്നല്ല, അവന്റെ ഉപ്പാനെ ഉമ്മാനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു മകനാകണം. 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടുന്ന ഒരു മകനാകണം. അല്ലാഹു അവന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അവന്റെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവന്റെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അവന്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ സ്വർണത്തിന്റെ കിരീടം വെച്ച് അല്ലാഹുവേ, ഹാഫിളീങ്ങളുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്ന പദവി അവന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പഠിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ എനിക്കിത് മതിയടോ, എനിക്കിവൻ മതി. അന്ന് ഞാൻ ഹാഫിളിന് കിട്ടുന്ന മഹത്വം പറഞ്ഞു. അന്ന് ഹാഫിളിന് അല്ലാഹു കൊടുക്കുന്ന മഹത്വം പറഞ്ഞപ്പോ അവൻ ആ മജ്‌ലിസിൽ കയറി വന്നു. ഞാൻ അവനെ താഴ്ത്തി പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്, അവനൊരു നാണക്കേട് പോലെ ഒരിക്കലുമല്ല, അങ്ങനെ കരുതരുത്. അല്ലാഹു അവനെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളടോ രക്ഷപ്പെടാൻ. നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ അവൻ ദുആ ചെയ്ത സ്വീകരിക്കൂലേ? ഇരിക്കണം. ഉസ്താദ് പറഞ്ഞു 20ഓളം വിദ്യാർത്ഥികൾ ഹാഫിളീങ്ങളാ. അവര് ദൗറ ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹു മക്കൾക്ക് ഓർമ്മശക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ വയല് കഴിഞ്ഞു, നിങ്ങൾ ഇതിന്റെ മുകളിലേക്ക് നോക്കടോ, വാർത്തിട്ടിരിക്കുകയാ.
ഇവിടെ വാർത്തിട്ടിരിക്കുന്നു. ഇനി അതൊന്ന് കട്ട വെച്ച് കെട്ടിക്കെട്ട് വേണം ഈ മക്കൾക്ക് അവിടെ കിടക്കാൻ. ഇവർക്കൊന്നും സൗകര്യമില്ല. ഇവർക്കൊന്നും കിടക്കാനുള്ള സൗകര്യം വളരെ കുറവാ. ഈ കുട്ടികളെ എടുക്കാൻ സൗകര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കൾക്ക് ഈ കാണുന്ന ഫില്ലറുകളൊന്ന് കെട്ടി മറയ്ക്കണം. അവർക്ക് AC റൂമൊന്നും വേണ്ടടോ. എന്റെ പ്രിയപ്പെട്ട, അവരിപ്പോ കിടക്കുന്നത്, പഠിക്കുന്നതും കിടക്കുന്നതും ഒരു സ്ഥലത്തടോ. നമ്മുടെ മക്കള് AC ബെഡ്റൂമിന്റെ അകത്ത് കിടക്കുന്നു. ആ മക്കള് പഠിക്കുന്നത് ഒരു സ്ഥലത്ത്, കിടക്കുന്നത് ഒരു സ്ഥലത്ത്. ഈ കാണുന്ന മുകളിലത്തെ ബിൽഡിംഗ് വാർത്തിട്ടിരിക്കുന്ന അതൊരു കെട്ട് വേണം ആ മക്കൾക്കൊന്ന് മാറാൻ, അവിടെ നിന്ന് കയറി കിടക്കാൻ. പണ്ട് നമ്മൾ ചെറിയ കുടിലിനകത്ത് തിന്നുന്നതും പഠിക്കുന്നതും കിടക്കുന്നതും ഒരു സ്ഥലത്തായിരുന്നു. ഇന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾ, ഇവരുടെ വാപ്പമാര് നല്ല വീട് കെട്ടിയിട്ടിട്ടുണ്ട്. ഉപ്പമാരെ നല്ല വീടുകൾ ഇവരുടെ വാപ്പമാര് കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ ബെഡ്റൂമുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ടും ആ മക്കൾ ഇവിടെ വന്ന് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അവരുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള കൊതി കൊണ്ടല്ലേ ഈ കാണുന്ന തറയിൽ വന്ന് ഈ മക്കള് കിടക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ അൽഹംദുലില്ലാ, AC റൂമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആ മക്കൾക്കൊരു റൂം റെഡിയാക്കണം. ആ മക്കൾക്ക് കിടക്കാൻ ഒരു റൂം തയ്യാറാക്കി കൊടുക്കണം. ആ തയ്യാറാക്കി കൊടുക്കുമ്പോഴാ അള്ളാഹു നമുക്ക് നല്ല മരണം തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയം എല്ലാരും അള്ളാഹുവിനോട് പറയും, പടച്ചവനെ ഈമാനുള്ള മരണം തരണേ അല്ലാ, എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. എല്ലാവരും ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് നല്ല മരണം ചോദിക്കുമല്ലോ. എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒരു നല്ല മരണം കിട്ടാൻ നീ ജീവിതത്തിൽ എന്ത് നന്മയാ പെങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നത്? നിന്റെ കയ്യിൽ എന്ത് നന്മയാണുള്ളത്? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഉസ്താദേ, അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന ഈ മക്കൾക്ക് കിടന്നുറങ്ങാൻ ഒരു റൂം പണിയുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തന്നതിൽ നിന്നൊരൽപ്പം നിനക്ക് കൊടുക്കാൻ കഴിയുമോ? സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ലല്ലോ പെങ്ങളെ. സ്വർണത്തിനെക്കാളും വലുത് സ്വർഗമാണെന്ന് നീ എന്നാണോ തിരിച്ചറിയുന്നത്, അന്നാണ് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന ഹാഫിദീങ്ങളായ മക്കളുണ്ടല്ലോ. ഈ മക്കൾക്ക് വേണ്ടിയാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നീ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെക്കാൾ നിനക്ക് പ്രയോജനമുള്ളവരാ ഇവര്. 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുന്നവരാണ്. 10 പേരെ കൊണ്ടുപോകാമല്ലോ. നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്റെ മക്കള് നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവേ, നിന്റെ മക്കള് പറയുന്നു, ചെമ്പിന്റെ തറയിൽ നിന്ന് കാളു പൊല്ലും, നിന്റെ കാല് പൊള്ളുന്നു പടച്ചവരെ, എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചവരെ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച് എന്റെ ഉമ്മാനൊന്നും മലത്തിക്കടത്തിത്താല്ലാ, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ഒരു ദിവസം വരാറുണ്ട് പെങ്ങള്. നരകത്തെ കാണുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുകയാണ്, അവരുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ച് വരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന നമ്മുടെ മക്കള് പറയുന്ന ഒരു ദിവസം വരാറുണ്ട്. ആ ഭയാനകമായ ദിവസത്തില് ഈ മക്കളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണ്ടേ ഉമ്മാ? ഈ മക്കളോട് കരുണ കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമല്ലോ. ഒരു നല്ല മരണമല്ലേ നിനക്ക് വേണ്ടത്? വാബിശിറൂ ബിൽ ജന്നാ,
നല്ല മരണമുണ്ടല്ലോ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവേ മലക്കുകൾ വന്നിട്ട് കാണിക്കുകയാണ്, ഖുർആൻ പഠിച്ച മക്കൾക്കൊരു റൂപ് പണിയാൻ ഒരു ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണണോ പെണ്ണേ? നോക്കടി, വഅബ്ശിറൂ ബിൽ ജന്ന, ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞു നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുകൾ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരുമ്പോ മരണവേദന അറിയാതെ സ്വർഗം കണ്ടുകൊണ്ട് ഷഹാദത്ത് കരിമ്പോ പറഞ്ഞിട്ട് നിനക്കും